എൻ്റെ മോള് നോവുര സൂരജ് ഇപ്പോൾ 2 വർഷമായിട്ട് നാട്യാഞ്ജലി സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക് അക്കാഡമിയിൽ നൃത്തം അഭ്യസിച്ച് വരികയാണ്. ഇന്ന് മോളുടെ അരങ്ങേറ്റമാണ് ഗണപതി അമ്പലത്തിൽ വെച്ചിട്ട്. നാട്യാഞ്ജലി സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 10-20 വർഷമായിട്ട് കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ അഭിരുചിക്കനുസരിച്ച് പ്രാക്ടീസ് ആയാലും അവരെപ്പം സന്നദ്ധരാന്ന് ആയാലും ഡയമണ്ട് ടീച്ചറായാലും കണ്ണനായാലും ശ്രീധറായാലും ഏത് സമയം അവരെ അവൈലബിലിറ്റിയാണ് കുട്ടികളെ ഇത്രയും മികച്ച ഒരു നർത്തകരാക്കി മാറ്റുന്നത്. നാട്യാഞ്ജലിക്ക് എൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം, എൻ്റെ പേര് അനീഷ്. എൻ്റെ മോള് കഴിഞ്ഞ 10 വർഷമായിട്ട് നാട്യാഞ്ജലിയിൽ പഠിക്കുകയാണ്. മോളുടെ ആദ്യം മുതൽ തുടക്കവും നാട്യാഞ്ജലിയിലായിരുന്നു. ഇപ്പോൾ ഈ 10 വർഷമായി തുടർച്ചയായി ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു കലാകാരി എന്ന നിലയിലേക്ക് മോളെ വളർത്തിയെടുത്തത് നാട്യാഞ്ജലിയാണ്. എന്ന് മാത്രമല്ല, എല്ലാ കുട്ടികൾക്കും അവരുടേതായ എല്ലാ കഴിവുകളും പുറത്തെടുക്കാനുള്ള അവസരവും സാഹചര്യവും എല്ലാം ഈ നാട്യാഞ്ജലി ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇനിയും നാട്യാഞ്ജലി എല്ലാം ഉയരത്തിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാട്യാഞ്ജലി മുദ്രയുടെ 17ാമത്തെ ആനിവേഴ്സറിയാണ്. നല്ല രീതിയിലാണ് പഠിപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇവിടെ നാട്യാഞ്ജലിയുടെ 17ാമത് വാർഷികം, അതോടൊപ്പമുള്ള അരങ്ങേറ്റവും നടത്തുകയാണ്. എല്ലാ വർഷത്തെ പോലെ 100ഓളം കുട്ടികളാണ് ഇന്നിവിടെ അരങ്ങേറ്റം കുറിക്കുന്നത്. അതോടൊപ്പം മറ്റ് കഴിഞ്ഞ വർഷത്തെയും അതേപോലെ തന്നെ സീനിയർ ബാച്ച് 8ഓളം ബാച്ചുകളാണ് ഈ വർഷം ഇവിടെ പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഉണ്ടാവണം എന്ന് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഈ നൃത്തോത്സവം ഇന്നിവിടെ ആരംഭിക്കുകയാണ്.
കമ്മീഷൻ സാർ, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കും ഓഫീസിലെ ജീവനക്കാർക്കും ഉപദേശക സമിതി അംഗങ്ങൾക്കും പ്രത്യേകിച്ച് പ്രസിഡന്റ് സെക്രട്ടറി അവർക്കും ആദ്യം തന്നെ അകമഴിഞ്ഞ നന്ദി കടപ്പാടും ഈ അവസരത്തിൽ ഞാൻ അറിയിച്ചു കൊടുക്കുന്നു. നാട്യാഞ്ജലി എന്ന നൃത്തകലാലയം നമ്മുടെ നാട്ടിൽ കൊട്ടാരക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് 17 വർഷം തികയുകയാണ്. ഈ 17 വർഷവും എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്ന ആളാണ് ഞാൻ. ഈ കലാകുടുംബം ഭദ്രശേഖര സാറും ധാരാളം ചേച്ചിയും അതുപോലെ കണ്ണനുമാർക്ക് തുടങ്ങുന്ന ഈ കലാകുടുംബം എൻ്റെ അയൽവാസിയാണെന്ന് പറയുന്നതിൽ എനിക്ക് ഏറെ അഭിമാനമാണ്. നമുക്കറിയാൻ കലയെ സംബന്ധിച്ചൊന്നും പ്രത്യേകിച്ച് അറിയാൻ പറയാൻ പ്രാപ്തമല്ല ഞാൻ. എങ്കിലും കല എന്നത് നമ്മുടെ സമൂഹത്തിൽ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. എല്ലാ കലകളും നമ്മുടെ സംസ്കാരത്തെ പഠിപ്പിക്കുന്നതാണ്. അതിലേറ്റവും പ്രധാനമാണ് നാട്യകല. നാട്യകല നമ്മുടെ കുട്ടികളെ അഭ്യസിപ്പിക്കുന്നതിൽ കൊട്ടാരക്കരയിൽ മറ്റേത് നൃത്ത കലാലയങ്ങളുണ്ടെങ്കിലും ഈ 17 വർഷവും അതിൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് നല്ല നിലയിൽ നാട്ടിൽ പങ്കുവെക്കുന്ന നാട്യാഞ്ജലി എന്ന നൃത്തകലാലയം ഇനി ഉയരങ്ങളിലേക്ക് വളരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഏറ്റവും സന്തോഷം തോന്നിയത് കൊട്ടാരക്കര മഹാഗണപതി ഭഗവാന്റെ മുന്നിൽ ഇങ്ങനൊരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് എന്നെ ക്ഷണിച്ചത് അവരോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കാരണം ഞാൻ ഈ മണ്ണിലെ കുട്ടിയാണ്. അതെത്ര പേർക്ക് അറിയാം എന്ന് എനിക്കറിയില്ല. അതിലെനിക്ക് ഒരുപാട് സന്തോഷം. കാരണം നാട്യാഞ്ജലി എന്ന് പറയുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പെർഫോമിങ്ങിന് കുറേ ഹൃദയമുള്ള ആസ്വാദകരും അതുപോലെ കലയെ സ്നേഹിക്കുന്ന കുഞ്ഞു മക്കൾക്കും അവരോടൊപ്പം ഈ സ്റ്റേജിൽ പങ്കെടുക്കുന്ന ഓരോ നിമിഷവും എനിക്ക് വളരെ സന്തോഷം തരുന്ന ഒന്നാണ്. ഈ മണ്ണിൽ നിന്നും പഠിച്ച് കലാകാരിയായി ഇന്നും ഭഗവാന്റെ അനുഗ്രഹത്താൽ അതേ കലാകാരിയായി തന്നെ ജീവിക്കാൻ സാധിക്കുന്നത് എൻ്റെ ഭഗവാനോടും ഈ മണ്ണിനോടും എൻ്റെ അച്ഛനമ്മമാരോടും എൻ്റെ ഗുരുനാഥന്മാരോടും ഞാൻ നന്ദി പറയാറുണ്ട്, നമ്മൾ ഓർക്കാറുണ്ട്. അപ്പോൾ ഈ മണ്ണിൽ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ എത്തുന്ന ഓരോ കുഞ്ഞുമക്കളും എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്. ഒരുപക്ഷെ മറ്റൊരു ആർട്ടിസ്റ്റാണ് വരുന്നതെങ്കിൽ അത് എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. ഇത് ഒരു ആലങ്കാരികമായ വാക്കുകളല്ല, ഹൃദയത്തിൽ നിന്ന് ഞാൻ പറഞ്ഞ വാക്കുകളാണ്. നിറഞ്ഞ സന്തോഷം. പിന്നെ കല എന്ന് പറയുന്നത് പലപ്പോഴും പണ്ട് കാലങ്ങളിൽ കുറച്ചുകൂടിയൊക്കെ പുറകോട്ട് സഞ്ചരിച്ചാൽ ഒരു വീട്ടിൽ ഒരു കലാകാരൻ ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിൽ ഏർപ്പെടുന്നത് അവരാണ്. പലപ്പോഴും ക്ലാസ്സിൽ പോകാൻ പറ്റാറില്ല, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല, ഹാജരില്ല, ടീച്ചർമാരുടെ വഴക്ക്, ചിലപ്പോൾ അച്ഛനമ്മമാർ എപ്പോഴും കൊണ്ടുപോകാൻ അവരുടെ സൗകര്യങ്ങൾ പ്രശ്നങ്ങളാകുമ്പോൾ അവരുടെ ദേഷ്യം. അപ്പം ഇതിനെയൊക്കെ മറികടന്ന് നമുക്കിഷ്ടപ്പെട്ട ഡാൻസ്, നമുക്കിഷ്ടപ്പെട്ട പാട്ട് ഇതൊക്കെ പഠിച്ച്
ഒരുപാട് പേരെ സന്തോഷിപ്പിച്ച് കലയെ സ്വയം ആസ്വദിച്ചു മറ്റുള്ളവരെ ആസ്വദിപ്പിച്ചു മുന്നിലേക്ക് എത്താൻ പറ്റുക എന്ന് പറയുന്നത് എല്ലാ ജോലിയും പറ്റുന്ന ഒന്നല്ല. നമ്മൾ എല്ലാ വർഷവും നാട്യാഞ്ജലികളെ ഈ 17 വർഷവും നമ്മുടെ ഈ സ്റ്റേജിൽ നിന്ന് അധ്യക്ഷസ്ഥാനം വഹിച്ച എൻ്റെ ശിഷ്യൻ അഡ്വക്കേറ്റ് ശശാങ്കൻ നമ്മളെ വിട്ടിപ്പോൾ 6 മാസം കഴിഞ്ഞു. മറ്റേ എല്ലാ കാര്യത്തിനും ശശാങ്കൻ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്.